അദ്ദേഹം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പറഞ്ഞ മൂർച്ചയേറിയ വാക്കുകൾ ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന് സ്തുതിഗീതം പാടുന്നവരുമൊക്കെ MTയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അദ്ദേഹം മുഖ്യമായിട്ടും ഉദ്ദേശിച്ച് കാണുന്ന കേരളത്തിലെ കാര്യം തന്നെയാണ്. EP ജയരാജന് മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെൻ്ററി സമ്പ്രദായത്തിന് നേരെയുള്ള ആക്രമണവും RSS സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ നടപടികളുമായിട്ടാണ് എനിക്ക് തോന്നിയത്. അമിതാധികാര പ്രകടനത്തിനോ അമിതാധികാര പ്രയോഗത്തിനോ ഒക്കെ എതിരായിട്ടുള്ള ഒരു സാമാന്യ പ്രസ്താവം എന്നുള്ള നിലയ്ക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ വ്യക്തിപൂജ കമ്മ്യൂണിസത്തിൻ്റെ സ്പിരിറ്റിന് എതിരാണെന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു.